ഇന്നലെ സുരേഷേട്ടാ ഞാൻ ഇങ്ങനെ പെരിന്തൽമണ്ണ കൂടെ പോവുകയാണേ. അപ്പോൾ പെരിന്തൽമണ്ണത്തെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട്, നജീ എന്ന് പറയും, നജീബ് കാന്തപുരം. ഓൻ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ ഓൻ്റെ ഫോട്ടോ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഇത് രാഷ്ട്രീയമൊന്നുമല്ല കേട്ടോ, സ്നേഹബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നജീ വേറെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആയാലും എനിക്കത് തന്നെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു സ്ഥാനാർത്ഥിയായി നിൽക്കുക, നമ്മൾ സുഹൃത്തുക്കളാണ്. നിങ്ങൾ ഏത് പാർട്ടിയിൽ നിന്നാലും LDF നിന്നാലും UDF നിന്നാലും NDA നിന്നാലും നിങ്ങളോടുള്ള ബന്ധം കൊണ്ട് നമുക്കൊരു ആവേശം ഉണ്ടാവും. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥി. അങ്ങനെ നജീൻ്റെ പോസ്റ്റർ അവിടെ കണ്ടപ്പം ഞാൻ കുറച്ച് തിരക്ക് പിടിച്ചാണ് യാത്ര ചെയ്യുന്നത്. എനിക്ക് കോയമ്പത്തൂർ എത്തണം, ഒരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കണ്ണിൻ്റെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്നറിയോ, ഞാൻ നജീൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. ഞാൻ പറഞ്ഞു, ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അവിടെ വണ്ടിയിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് തിരക്കിട്ട് പോകാനുള്ളതല്ലേ, അത് കഴിഞ്ഞ് വരുമ്പോൾ ആക്കാൻ വിചാരിച്ചു. കഴിഞ്ഞ രാത്രിയാവും, അതിന് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വേഗം അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ഈ പോസ്റ്ററിൻ്റെ അടുത്ത് വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പം ഉണ്ട് കുറേ വണ്ടികൾ, ഓട്ടോക്കാരൊക്കെ പോകുന്നവരൊക്കെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ കാണിക്കുകയാണ്. ഒരു വണ്ടി ഇപ്പുറത്തുനിന്നും വരുന്നുണ്ടായിരുന്നു, ഒരു കാറ്. അതിലൊരു ഫാമിലി ഉണ്ട്, ഒരമ്മയും ഒരു രണ്ട് കുട്ടികളും അച്ഛനും ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ അവരും നിർത്തുന്നുണ്ട്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു MLAക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്നേഹം എനിക്ക് ആ നാട്ടുകാർ ആ വണ്ടികളവിടെ നിർത്തി അതിനിങ്ങനെ ആശീർവാദവും അവരുടെ മനസ്സിൽ തെളിഞ്ഞ ചിരിയും തെളിയുന്നത് കണ്ടപ്പം എനിക്ക് തോന്നി, ഒരുപക്ഷെ ഏറ്റവും വലിയൊരു വികസനം. ഇപ്പം ഈ എൻ്റെ സുഹൃത്തിനെ കുറിച്ചുള്ള പൊതുവെയുള്ള ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പറയാറുള്ളത്, അയാൾ 24 മണിക്കൂറും എല്ലാ കല്യാണ വീട്ടിലും എല്ലാ മരണ വീട്ടിലും പോകലാണെന്നാണ് പറയാം. മരണ വീട്ടിലും അത് വേറെയാണ്, ഇത് വേറെ പോവാറെന്നാണ് പറയാറ്. അപ്പോൾ അതൊരു മനുഷ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലലാണ്. ഒരു ജനപ്രതിനിധിക്ക് ആദ്യം വേണ്ട വികസനം എന്ന് പറഞ്ഞാൽ മനുഷ്യ ഹൃദയങ്ങളിലോട്ട് ചെല്ലുക എന്നുള്ളതാണ്. അല്ലേ അതാണ്. ബാപ്പുജി നിങ്ങളൊന്ന് സ്ഥാനാർത്ഥിയായി നിൽക്കി എന്നാലെങ്കിലും തൊഴിലൊക്കെ കുറേ കിട്ടുമല്ലോ. ഓക്കെ. അപ്പോൾ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫിനോട് പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ മോനുണ്ട്, മോനാണ് നജീബിൻ്റെ ഫോട്ടോ പണ്ട് കണ്ടപ്പം ചെറിയ കുട്ടിയായപ്പോൾ പറഞ്ഞു നജീബിൻ്റെ ഫോട്ടോ അവിടെ കണ്ടപ്പം അന്ന് അവനാണ് ഞങ്ങളുടെ അവിടെ വാർഡിൽ മത്സരിക്കുക. ഏതാ കണ്ട മന്ത്രി, അത് പോകണം, മന്ത്രിൻ്റെ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞു. ഏതായാലും നമ്മളൊക്കെ എപ്പോഴും ജനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതിനാണ് ഏറ്റവും വലിയ വികസനം. മനസ്സിലായില്ല, അവരെ ഹൃദയങ്ങളുടെ സ്ഥാനം പിടിക്കുക, അവരെ വീട്ടിലൊരു കുടുംബാംഗത്തെ പോലെ ആവുക. അപ്പോൾ എനിക്ക് പറയാണ്ടെന്നറിയോ, വെറും റോഡ് വികസനമൊക്കെ വേണം, എല്ലാം വേണമെങ്കിലും അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ. ഇപ്പോൾ അവിടെ മറ്റേ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ IAS ഒക്കെ കിട്ടി അവരുടെ അക്കാഡമിയിൽ നിന്ന്. അതിന് മുമ്പ് നമ്മൾ കുറേ പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ അക്കാഡമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് എംപവർമെൻ്റ് ഉണ്ട്. ഇതിൽ രാഷ്ട്രീയമല്ല കേട്ടോ, പ്രത്യേകം ഓർക്കണം, രാഷ്ട്രീയമല്ല. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നജീബ് വേറൊരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണെങ്കിലും എനിക്കിത് തന്നെ ആയിരിക്കും പറയാനുണ്ടാകുക. മനസ്സിലായില്ലേ, സ്നേഹബന്ധത്തിൻ്റെ നമ്മളെ ഹൃദയത്തിൽ നജിക്കുള്ളൊരു സ്ഥാനം കൊണ്ടായി പറയുന്നത്. കാരണം ഞാനൊക്കെ ഒരു എഴുത്തുകാരനാവാനും പിന്നെ എഴുത്തിലൂടെ വീഡിയോ ആവാനൊക്കെ കുട്ടിക്കാലം തൊട്ടേ സ്വാധീനിച്ചൊരു വ്യക്തിയാണ് നജീബ് എന്ന. കാരണം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഹോബി എന്ന് എന്താണെന്നറിയോ, ഞങ്ങളുടെ ഗ്രാമപ്രദേശത്ത് പ്രസംഗങ്ങൾ നടത്തുക, കുട്ടികൾക്ക് ഇങ്ങനെ വന്നിട്ട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുക, പുളി ഇതൊക്കെ വെച്ചിട്ട് മോച്ചിങ്ങൊക്കെ വെച്ചിട്ട് ഞങ്ങളവിടെ പ്രഭാഷണ പരമ്പരയൊക്കെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രാമിലെ ചോയ്മടം എന്ന് പറയുന്ന കാന്തപുരത്തെ കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ കുറേ എഴുത്തുകളൊക്കെ എഴുതി ഉണ്ടാക്കിയായിരുന്നു. ആ എഴുത്തൊക്കെ അങ്ങനെ എഴുതി ഉണ്ടാക്കി, അങ്ങനത്തെ ഒരു സൗഹൃദമായിരുന്നു നമുക്കിടയിൽ. ആ ഒരു സ്നേഹബന്ധം കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ എന്നാൽ ഞങ്ങൾക്ക് പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, ഇനിയും കുറേ പറയാനുണ്ട്, ഞങ്ങൾക്ക് പിന്നെ പറയാം കേട്ടോ.